ശ്രദ്ധിക്കട്ടെ, അത് ഏതാ ഷവർമേൻ്റെത്? അപ്പോൾ അത് അരിയുമ്പോൾ മുകളും മുതൽ അടി വരെ ഒരുമിച്ച് അരിയണം കേട്ടോ. അപ്പോൾ 12 മിനിറ്റാണ് ടൈമിങ്. 165 ഡിഗ്രിയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത നമ്മൾ ഷവായൻ്റെ ചെയ്യണം കേട്ടോ. ഷവായ ഇപ്പോൾ എന്ത് ചെയ്തു, താഴോട്ട് മാറ്റി വെക്കണം. അപ്പോൾ എങ്ങനെ മാറ്റി വെക്കുക? ഇവിടെ ഇത്ര ട്രേ ഇത് കരിയാൻ പാടില്ല കേട്ടോ. അറേബ്യൻ ഫുഡ്സ് മാത്രമല്ല പഠിപ്പിക്കണേ? അല്ല, ജ്യൂസ് ഐറ്റംസും പഠിപ്പിക്കുന്നുണ്ട്. ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, ഫലൂദ, അവിൽ മിൽക്ക്, എസ്പി കാര്യങ്ങളെല്ലാം, ചായ, ഷേക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഷേക്ക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചാലുള്ള ഗുണം വെച്ചാൽ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് ജോലി ഇല്ല എന്നൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അതെന്താ, ഭക്ഷണ മേഖലയാണ്. ഇന്ത്യ തന്നെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് പഠിപ്പിച്ചു കൊടുക്കുന്ന വേറെ സ്ഥാപനം ഉണ്ടാവില്ല. ഇല്ല, നിലവിലില്ല, അവിടെ ഇല്ല. ഹൈദരാബാദിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് പഠിച്ചു പോയി. അതുപോലെ തമിഴ്നാട്, കർണാടക, മുംബൈ പല സ്ഥലത്തുനിന്ന് ആളുകൾ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഹായ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ്. അപ്പൊ ഇത് നമ്മുടെ അമീർക്ക. എന്താ വിശേഷം? സുഖമായിട്ട് പോകണം അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ എവിടെ എത്തിച്ചാലേ നിങ്ങളുടെ അറേബ്യൻ ഫുഡ്സുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്? ഞാൻ ഒരു ഷാർമ വർക്കർ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്റെ ഉമ്മാക്ക് ഷുഗർ കാരണം 2 കിഡ്നി ഫെയിലർ ആയപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ എങ്ങോട്ടും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്റെ കയ്യിൽ സംഭവം ഉണ്ട്. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ വേറെ എവിടെയും സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ തുടങ്ങി. അതിപ്പോ 4ാം വർഷത്തിലേക്ക്, വിജയകരമായി 4ാം വർഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 4 വർഷം ഇപ്പൊ തുടങ്ങിയിട്ടില്ല. നവംബർ 2020 നവംബറിൽ തുടങ്ങിയാണ്. ഈ 2020 നവംബർ ആകുമ്പോൾ 24 നവംബർ ആകുമ്പോൾ 4 വർഷമായി. ആയില്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ എവിടേക്കുള്ള ആൾക്കാർ ഇപ്പൊ പഠിച്ചു പോയിട്ടുണ്ട്? ഇവിടെ ഇപ്പോ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലെ ആളുകളും പോയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലെ ആളുകളും വന്നിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ഹൈദരാബാദ്, അതുപോലെ പല സ്റ്റേറ്റിലെ ആളുകളും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലെ ആളുകളും വന്നു പോയിട്ടുണ്ട്. ടോട്ടൽ 350 മുകളിലുള്ള ആളുകൾ പഠിച്ചു പോയിട്ടുണ്ട്. ഓണേഴ്സും ഉണ്ട്, വർക്കേഴ്സും എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഇവിടെ നിലവിൽ പഠിച്ച് ഇറങ്ങിയ ആൾക്കാർ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്? അവരിപോലെ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ പല സ്റ്റേറ്റുകളിലുണ്ട്. അതുപോലെ കേരളത്തിന്റെ പല ജില്ലകളുണ്ട്. സ്വന്തമായിട്ട് തന്നെ പല ആളുകളും ചെയ്യുന്നുണ്ട്. ഗൾഫ് കൺട്രീസിലും പല സ്റ്റേറ്റിലും അതുപോലെ പല ജില്ലകളിലും സ്വന്തമായിട്ടും വേറെ ആളുടെ കീഴിൽ വർക്കായിട്ടും ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇക്ക, നിങ്ങൾ ഈ അറേബ്യൻ ഫുഡ്സുകൾ ആർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? ഈ അറേബ്യൻ ഫുഡ്സുകൾ ഇതിനോട് താല്പര്യം, ഒന്നാമത് ഇതിന് വേണ്ട താല്പര്യമാണ്. ഇതിന് പിന്നെ പ്രായ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഗൾഫിൽ ഒരുപാട് ജോലി അവസരമുണ്ട്. അപ്പോൾ പല ആളുകളും ജോലി ഓഫർ ചെയ്തവരുണ്ട്, സ്വന്തമായി തുടങ്ങാനുള്ള ആൾക്കാരുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പ്രായഭേദമില്ല. ഏത് ആളുകൾക്കും എന്ത് ചെയ്യും, പഠിപ്പിച്ച് കൊടുക്കാം. അതെ. ഓക്കെ. നിങ്ങളിവിടെ ഏതൊക്കെ ഐറ്റംസ് ഫുഡ്സുകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതിൽ മെയിനായിട്ട് ഷവർമ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഷവായ വെറൈറ്റീസ് ഉണ്ട്, അൽഫാം, തവ, ഫ്രൈഡ്, ടിക്ക, കബാബ്, ബർഗർ, സാൻഡ്വിച്ച്, ചായ, ജ്യൂസ്, പിന്നെ ചട്നി, മയണീസ് ഐറ്റംസ്, ചിക്കൻ ബോൺലെസ്സിങ്, ഇത്ര ഐറ്റംസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇത് എത്ര ദിവസമാണ് ഇതിന്റെ ഈ കോഴ്സിന്റെ ടൈം വരുന്നത്? ഇത് 2 ആഴ്ചന്, ഒരു മാസം ഒരു ബാച്ച് ഉണ്ടാവുള്ളൂ. 2 ആഴ്ചന്റെ ക്ലാസ് വരുന്നത്. അതിൽ മാക്സിമം ഒരു 15 പേരെ ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അത്യാവശ്യം ലോങ് ഒക്കെ ഉള്ളവര് ഇവിടെ വന്ന് പഠിക്കണ്ടാവും. അതെ. അപ്പൊ അവർക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ കൊടുക്കുമോ? എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. എല്ലാ ഫുഡ് അക്കോമഡേഷൻ ഫുൾ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലേ? ഓക്കെ. ഇവിടെ എല്ലാ ഐറ്റംസും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു. അതെ. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഒരു കോഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ചെയ്യുന്നത്? അധികം എൻക്വയറി വരുന്നത് ഫുള്ളിനാണ് വരുന്നത്. കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്കും പോവാം. അപ്പൊ ചില ആളുകൾക്ക് ഫ്രൈഡ് മാത്രമേ ഉണ്ടാവും, അവർക്ക് സ്പെഷ്യൽ കൊടുക്കും. അതുപോലെ തന്നെ ജ്യൂസിന്റെ ഉണ്ട്, ബർഗർ, സാൻഡ്വിച്ച്, അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഇവിടെ നിലവിൽ എവിടേക്കെല്ലാം ആൾക്കാർ പഠിക്കുന്നുണ്ട്? ഇപ്പൊ ഇവിടെ നിലവിൽ പല ജില്ലക്കാരുണ്ട്. ഹൈദരാബാദ് സ്റ്റേറ്റ്, വേറെ സ്റ്റേറ്റിലെ ആളുകളൊക്കെ പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല സ്റ്റേറ്റിലെ ആളുകൾ വന്നു പോയതും കൂടിയാണ്. നിങ്ങളിപ്പോ പറഞ്ഞു 2 ആഴ്ച കൊണ്ട് ഈ ഐറ്റംസുകൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാ ഈ 2 ആഴ്ച കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക? 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്നതിന് നാളെയും മറ്റന്നാളൊക്കെ സെയിം സംഭവം ചെയ്യാണ്. അപ്പൊ ഒരു ഷോപ്പിൽ പോയപ്പോൾ തന്നെ ഇവർക്ക് ഒരു മാറ്റം വരുന്നില്ല. സെയിം മെഷീനറി കാര്യങ്ങളെല്ലാം ഇവിടുത്തെ അതേ സെയിം തന്നെ കടയിലും വരുന്നത്, സെയിം മസാല വരുന്നത്. അപ്പൊ എന്താ വ്യത്യാസം വെച്ചാല് ഷോപ്പ് മാത്രം മാറുള്ളൂ, അല്ല ചെയ്യണ വർക്ക് മാറുന്നില്ല. അപ്പൊ ഇന്ന് ചെയ്ത് തന്നെ ലാസ്റ്റ് 14 ദിവസം സെയിം സംഭവം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവർക്ക് സിമ്പിൾ ആയിട്ട് അടുത്ത ഒരു 15ാം ദിവസം വർക്കിന് കയറുകയാണെങ്കിൽ സെയിം ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഷോപ്പ് മാത്രം വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ അവർക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ച് പോകാനൊരു എളുപ്പമാണ്. പിന്നെ അതിപ്പോ തന്നെ വേറെ കാര്യം ചോദിക്കാണ്ട്, ഇപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഈ ഉണ്ടാക്കുന്ന ഐറ്റംസുകളൊക്കെ ഡെയിലി ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യണത് നിങ്ങൾ? ഈ ഫുഡൊക്കെ ഇത്രയും ഫുഡ് ഡെയിലി 8000 മുതൽ 10000 രൂപ ചെലവുള്ള പരിപാടിയും കൂടിയാണ്. പക്ഷെ ഇതുവരെ ഉണ്ടാക്കി ഇവർ തന്നെ കഴിക്കുക. അപ്പൊ എല്ലാ ബാച്ചിലും 2-3 ആളുകൾ വന്നു പോകുന്നുണ്ടോ. അപ്പൊ ബാക്കിയുള്ളത് അവരെന്ത് ചെയ്യുക, കൊണ്ടുപോലെ ചെയ്യല്. ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കണില്ല. ഇവരെ ഉണ്ടാക്കി ഇവർ തന്നെ കഴിക്കല്. അതിന് പുറമെ ഇവർക്ക് രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഫുഡ് വേറെ ഉണ്ട്. അപ്പൊ അത്രയും ചെലവുള്ള ഒരു പരിപാടിയും കൂടിയാണിത്. ആണല്ലേ? പിന്നെ ഈ ഒരു പരിപാടി വേറെ ആരും തുടങ്ങാത്തതിന്റെ കാരണം എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസം 8000 മുതൽ 10000 ചെലവുള്ള പരിപാടിയും കൂടിയാണ്. അതുപോലെ പഠിക്കാൻ ആള് വേണം.
ആളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് കാരണങ്ങളാണ് പല ആളുകളും തുടങ്ങാത്തത്. അത്ര റിസ്ക് ആണ്. കാരണം 2 ആഴ്ച കൊണ്ട് ഒരാളെ മാസ്റ്ററാക്കി എടുക്കലും ഇതിലേക്ക് ഡെയിലി വേണ്ട 8,000 മുതൽ 10,000 രൂപ ചെലവ് തന്നെ ചില്ലറല്ലല്ലോ. നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ മനസ്സിലാവും. അപ്പൊ അത്രയും റിസ്ക് എടുത്തെങ്കിൽ 5 പേരായാലും 10 പേരായാലും 15 പേരായാലും ചെലവ് സെയിം ആണ്. അപ്പൊ എല്ലാ ബാച്ചിലും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി വിജയിക്കുള്ളൂ. ഇപ്പൊ ഇത്രയും മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ പല സ്റ്റുഡന്റും പോയി പല മേഖലയിലും എത്തിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴിയും അവരുടെ കുടുംബക്കാര് നാട്ടുകാർ കാര്യങ്ങളൊക്കെ വഴിയാണ് അപ്പൊ ഇത്രയും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവരാണ് ഭയങ്കര നമ്മളെ സപ്പോർട്ട് ഇത്രയും മുന്നോട്ടുള്ളത്. കാരണം ഇവിടുന്ന് പഠിച്ച് ഇറങ്ങിയ ഒരാൾക്ക് അതെ നിങ്ങൾ തന്നെ ജോലിയാക്കി കൊടുക്കുമോ? അതെ, ഞങ്ങൾ ഇതിൽ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നമ്മളെ ജോലി ആക്കി കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കാൻ വരുന്ന പല ഓണേഴ്സ് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവർ തന്നെ അവരുടെ ഷോപ്പൊക്കെ ഇവിടുന്ന് കുറെ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പുറമെ നിന്ന് ഒരുപാട് ഓണേഴ്സ് വിളിക്കുന്നുണ്ട് അവരുടെ ഷോപ്പിലേക്ക് ആള് വേണമെന്നായിട്ട്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് വേക്കൻസി ഒരുപാടുള്ള മേഖലയാണ്. ഭക്ഷണ മേഖല പിന്നെ അറിയിക്കണ്ടല്ലോ, അത്രയും സ്കോപ്പുള്ള ഒരു മേഖലയും കൂട്ടിയാണ്. ഓരോ അനുദിനം ഓരോ നിരവധി ഷോപ്പുകളാണ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ പണിക്കാർ വളരെ കുറവാണ്. കാരണം അതിന് പഠിപ്പിക്കാനുള്ള മേഖല വേറെ സെന്റർ ഇല്ല. എങ്കിൽ പോലും ഒരുപാട് പേർക്ക് നമുക്ക് ആളെ തികയാത്ത അവസ്ഥയാണ്. കാരണം അത്രയും വേക്കൻസി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പഠിച്ചിറങ്ങിയ ആളുകൾ വളരെ കുറവാണ്. കാരണം ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം പഠിക്കാൻ പറ്റില്ല. ഒരു ഷോപ്പിൽ പോയി ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു ഷോപ്പിൽ ഇവർ പഠിക്കാൻ പോയാൽ തന്നെ അവിടെ സ്പീഡ് ഉണ്ടാവില്ല. ചിലപ്പോൾ കരിഞ്ഞ പീസ് ആയിരിക്കും. ചിലപ്പോൾ അതുപോലെ തന്നെ അവർക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് കാരണം ഷോപ്പിന്റെ തന്നെ പേര് ദോഷം കാര്യങ്ങളൊക്കെ വരും. കാരണം അവരറിയാത്ത ഒരാൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പൊ ഇത് തന്നെ ഇതിനായിട്ട് സെറ്റ് ഇട്ട് പഠിപ്പിക്കണം. യാതൊരു ശല്യവും ഇല്ല. ആർക്കും സിമ്പിളായി വന്ന് പഠിക്കാം. എന്ത് സംശയങ്ങളും ചോദിക്കാം. എല്ലാ ബാക്ക് സപ്പോർട്ടും തരും. ഇവരൊന്ന് പഠിച്ചു പോയാൽ പോലും ഇവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫുൾ ബാക്ക് സപ്പോർട്ട് ഉണ്ട്. അതെ, ബാക്ക് സപ്പോർട്ട് ഉണ്ടായത് കാരണമാണ് ഇപ്പോൾ 4 വർഷം നമ്മൾ പൂർത്തിയാക്കാൻ നവംബർ ആകുമ്പോൾ 4 വർഷമായി. അത്രയും മുന്നോട്ട് പോകാൻ കാരണം തന്നെ അത്രയും ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ക്ലാസ്സിന് ചേരാൻ എന്താ ചെയ്യേണ്ടത്? ചേരാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം ഒരു ബാച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ വളരെ കുറഞ്ഞ സീറ്റും കാര്യങ്ങളും ഉള്ളൂ. അപ്പൊ ചേരാൻ വേണ്ടി നിങ്ങൾ അഡ്രസ്സ് ഫോട്ടോ അയക്കുക. ഗൂഗിൾ പേയിൽ ചെറിയൊരു അഡ്വാൻസ് ഉണ്ട്. അഡ്വാൻസ് അടക്കണം. എന്നിട്ട് ക്ലാസ്സിന് വന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫസ്റ്റ് ഡേ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം 2ാം ദിവസം ഫീസ് അടച്ചാൽ മതി. അതല്ല നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിചാരിച്ച ഒരു സംഭവം എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്ന അഡ്വാൻസ് തിരിച്ചു ചെയ്യും. കാരണം ഒരാളെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ചെയ്യുന്നതിന്റെ നാളെ മറ്റന്നാൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് മാറണില്ല. മസാല മാത്രം എന്തെങ്കിലും ഓരോ ദിവസം ചേഞ്ച് ആവണുള്ളൂ. ഇതിന്റെ കൂട്ടുകളൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കും? അത് എല്ലാ കൂട്ടും കാണിക്കും. കാരണം എവിടെ പോയാലും കിട്ടുന്ന മസാലകൾ മാത്രമേ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കാറുള്ളൂ. ഇത്ര ഐറ്റംസ് മസാല ഇതിൽ നമുക്ക് എന്ത് ചെയ്യണേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ ഒരു ഷോപ്പിൽ പോയാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. കാരണം ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് A to Z കാര്യങ്ങൾ അറിയണം. അപ്പൊ എത്രയും A to Z കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുള്ളൂ, വിട്ടു കൊടുക്കാറുള്ളൂ. പുറത്തോട്ട് ഇവർ എന്ത് ചെയ്യും, പോകാൻ സമ്മതിക്കുള്ളൂ. കാരണം അത്രയും ക്ലാസ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പറഞ്ഞു വിടുള്ളൂ ഇവരെ. ഇനി ജോലി ഇല്ല എന്നുള്ളത് ആരും പറയുന്നുണ്ടോ? കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറേബ്യൻ ഫുഡ്സുകൾ, അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസുകൾ, അതുപോലെ തന്നെ ഷേക്കുകൾ, ഇങ്ങനെ ഏത് ഐറ്റംസ് വേണമെങ്കിലും വെറും 2 ആഴ്ച കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ? അതും ഫുൾ ബാക്ക് സപ്പോർട്ട്. നമ്മുടെ അമീർ ഖാന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമീർ ഖാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അമീർ ഖാനെ കോൺടാക്ട് ചെയ്യാൻ അമീർ ഖാന്റെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ഹൈദരാബാദിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് പഠിച്ചു പോയി. അതുപോലെ തമിഴ്നാട്, കർണാടക, മുംബൈ പല സ്ഥലത്തുനിന്ന് ആളുകൾ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. സ്റ്റേറ്റ് ആയാലും കുഴപ്പമില്ല, പഠിപ്പിച്ച് കൊടുക്കും അല്ലേ? കാരണം ഇതിൽ 80% പ്രാക്ടിക്കലാണ്. അപ്പൊ പിന്നെ ഏതാൾക്ക് സിമ്പിളായി പഠിക്കാം. 20% തിയറി വരുന്നുള്ളൂ. അത് ഏത് ലാംഗ്വേജ് ആയാലും അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ. ഫുഡ് മേഖല ആയതുകൊണ്ട് ഈ ഒരു ജോലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പിന്നെ ജോലി ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഒരു മെച്ചം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ? അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായി കാണാം. ഗുഡ് ബൈ.